വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. എല്ലാ പോയിൻറ്സും വെച്ച് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ SCERT ചാപ്റ്റർ ആയിട്ടുള്ള 5, 7, 9 എന്നീ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് PSC റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്സും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ്, മോഡൽ പേപ്പേഴ്സ്, അതുപോലെ തന്നെ PSC SCERT പോയിൻറ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഫസ്റ്റത്തെ 6ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്റർ കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ നോക്കി, ആദ്യം തന്നെ പറയുന്നത് എന്താണ്, ഒരു ഡോക്ടറുടെ അടുത്തൊരു കുട്ടിയും അമ്മയും വന്നിട്ടുണ്ട് അല്ലേ. ഡോക്ടർ എന്താ പറയുന്നത്, ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അതായത് അമ്മ ചോദിക്കുകയാണ്, മോൾക്ക് ഭാരക്കുറവ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ഡോക്ടർ പറയുന്നത്, ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. അപ്പോൾ നോക്കി, അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ തന്നെ എത്ര അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. പോഷകാഹാരം എന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് പോഷകാഹാരം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. പാകം ചെയ്തതും അല്ലാത്തതുമായി വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാം. നോക്കിയാലോ, നമുക്ക് നോക്കി കുറച്ച് പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഈ ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെയെല്ലാമാണ് തരംതിരിക്കുന്നത് നോക്കി. ഫസ്റ്റ് നൽകിയിരിക്കുന്നത് എന്താണ്, ധാന്യങ്ങളാണ് അല്ലേ. ഫസ്റ്റത്തെ പിക്ചറിൽ നൽകിയിരിക്കുന്നതാണ് ധാന്യങ്ങളാണ്. അപ്പോൾ ഇത് ധാന്യങ്ങളാണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് പിക്ചറിൽ എന്താണ് നൽകിയിരിക്കുന്നത്, എന്താണ്, പഴങ്ങളാണ് അല്ലേ. ഫ്രൂട്ട്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ബിയിൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, പഴങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ്, ചിത്രം സീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാണാം, പച്ചക്കറികൾ കാണാം അല്ലേ. പച്ചക്കറികളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, പച്ചക്കറികളാണെന്ന് മനസ്സിലായി. ഇനി നാലാമത്തെ എന്താണ് കാണിച്ചിരിക്കുന്നത്, പയറ് വർഗ്ഗങ്ങളാണല്ലോ അല്ലേ. നാലാമത്തെ കാണിച്ചിരിക്കുന്നത് എന്താണ്, പയറ് വർഗ്ഗങ്ങളാണ്. ഇനി നോക്കി ഈ എന്ന് പറയുന്ന ചിത്രത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്, എന്താണ്, അതെന്താണ്, ഇലക്കറികളാണ് അല്ലേ. ഇലക്കറികളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നമുക്കിതിൽ പലതരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ, ഭക്ഷ്യവർഗ്ഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. എന്താണ്, ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് പലതരത്തിലായി തരംതിരിച്ചിട്ടുണ്ട്. ധാന്യങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്, ഇലക്കറികളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭാത ഭക്ഷണം ഇതിൽ ഏതൊക്കെയായിരിക്കും പ്രഭാത ഭക്ഷണം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്തായിരിക്കും, അത് നമുക്കറിയാമല്ലോ, ധാന്യങ്ങൾ കൊണ്ടുള്ളത്, അല്ലെങ്കിൽ എന്തായിരിക്കും, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചിലർ ചോറാണ് കഴിക്കുന്നത്, ചിലരെങ്കിൽ പലഹാരങ്ങളായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കാം. ഉച്ചഭക്ഷണം എന്തായിരിക്കും, ഓരോരുത്തർ ഉച്ചഭക്ഷണം എന്തായിരിക്കും, ഫുഡ് എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ രാത്രി ഭക്ഷണം എന്തായിരിക്കും നോക്കി നോക്കാം കേട്ടോ. നോക്കി ഇവിടെ നമ്മൾ ഒരു കുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് പുട്ടും പഴമാണ് ഇഷ്ടം എന്നുള്ളത്. ചിലർ അപ്പോൾ ഒരു കുട്ടി പറയുന്നതാണ്, നൂഡിൽസ് ആണ് എനിക്ക് ഇഷ്ടം, അമ്മ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കി തരുമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 പേരും വ്യത്യസ്തമാണല്ലേ. ഈ 3 പേരുടെയും ആഹാരം, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥമൊക്കെ എന്താണ്, വ്യത്യസ്തമാണ്. നമുക്കിതിൽ നിന്ന് മനസ്സിലായി അല്ലേ. ഓക്കെ, ആഹാരം എന്തിനാണ് ആഹാരം, നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്, ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്, നമുക്ക് നോക്കിയാലോ. നോക്കാം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോഷകങ്ങൾ വെച്ചാൽ, എന്താണ്, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ് അല്ലേ. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളെയാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഇവ നമുക്ക് ലഭിക്കുന്ന ഏതിൽ നിന്നാണ്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് അല്ലേ. പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്ന എവിടെ നിന്നാണ്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷകഘടകങ്ങൾ ഏതൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവയൊക്കെ എന്താണ്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള എന്താണ്, പോഷക ഘടകങ്ങളാണ് അല്ലേ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയൊക്കെ എന്താണ്, പോഷകങ്ങളാണ് അല്ലേ.
ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവയാണ്. പക്ഷെ നമുക്കതിൽ പറയുന്നില്ല, ജലത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ജലം എന്ന് പറയുന്നത് എന്താണ്, ഒരു പോഷക ഘടകം ഒന്നല്ലല്ലോ എന്ന് വിചാരിക്കില്ലേ. ജലം എന്ന് പറയുന്നത് ഒരു പോഷക ഘടകം അല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്താണ്, ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് എന്തെന്ന് പറയുന്നത്, ജലം എന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ എന്തുണ്ട്? നാരുകളുണ്ട് അല്ലേ. ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ നാരുകളും എന്താണ്, ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതായത് നമ്മൾ ഓരോ ആഹാരത്തിലും എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും അല്ലേ. ഓരോ കണ്ടന്റും വ്യത്യസ്തമായിരിക്കും. അതിനാൽ നാം എന്ത് ചെയ്യണം, പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് ഏതൊക്കെയാണ് എന്താണ്? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കണം. അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി കുറിപ്പ് വായിച്ചല്ലോ അല്ലേ. ഇതിൽ പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ ഏതെല്ലാമാണ് നോക്കി നോക്കിയേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയ്ക്ക് എന്താണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായില്ല. എന്താണ്? എല്ലാ ആഹാരത്തിലും എന്താണ്, എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കണം. എന്നാൽ മാത്രമാണ് എല്ലാ പോഷക ഘടകങ്ങളും നമുക്ക് എന്തിൽ നിന്ന് ലഭിക്കുള്ളൂ? ഫുഡിൽ നിന്ന് ലഭിക്കുള്ളൂ അല്ലേ. നെക്സ്റ്റ് എന്താണ്? നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. എന്താ പറഞ്ഞത്? എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകില്ല. അതിനാൽ നാം വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കണം. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഊർജം ലഭിക്കാൻ. വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കുവാനും വേണ്ടി മാത്രമാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് നോക്കി നോക്കിയേ. നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഒരു കുട്ടി എന്താണ് രണ്ട് പിള്ളേരെ കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡാൻസ് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പല പ്രവർത്തനങ്ങൾ നമുക്കിതിൽ നിന്ന് കാണുന്നുണ്ട് അല്ലേ. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ആവശ്യമില്ലേ? ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണ് ഊർജം ആവശ്യമുള്ളത്. ഇതിനെല്ലാം വേണ്ട ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അല്ലേ. ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പഠിക്കാം. ഒന്നാമത്തെ പോഷകഘടകമായ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. നമുക്ക് നോക്കാം. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പോൾ ഊർജം പ്രധാനമായി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നത്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? അന്നജമാണ്. അപ്പോൾ ഈ അന്നജം എന്ന് പറയുന്നത് ഏതിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതിലാണ്? ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങളിലാണ് കൂടുതലായിട്ടും അന്നജം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായത്? ശരീരത്തിന് ഊർജ്ജം പ്രധാനമായിട്ട് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നിവയാണ്. ഇതിൽ അന്നജം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതിലാണ്? ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങളിലാണ്. ഓക്കെ,
എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജമുണ്ടോ? നമുക്ക് അന്നജമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജമുണ്ടോ എന്ന് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അയഡിൻ ടെസ്റ്റ് വഴിയാണ്. അപ്പോൾ നമുക്ക് അന്നജം നമുക്ക് അറിയുവാനുള്ള അല്ലേ, അന്നജമുണ്ടോ എന്ന് അറിയുന്നതിനായിട്ടുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കി ഞാനെന്നും പാല് കുടിക്കുന്നുണ്ട്, പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അന്നജമുണ്ടോ എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം എന്നിവയൊക്കെ വേണം. ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കാം കേട്ടോ. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഒന്നിലൽപ്പം പാല്, രണ്ടാമതിലൽപ്പം കഞ്ഞിവെള്ളം എടുക്കുക. നമുക്ക് പാലിൽ അന്നജമുണ്ടോയെന്ന് അറിയണം അല്ലേ. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുകയാണ്. ഒന്നിൽ പാലാണ് കൊടുത്തിരിക്കുന്നത്, രണ്ടാമതിൽ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുകയാണ്. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള ദ്രാവകത്തിന് നിറത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഒരെണ്ണത്തിൽ കഞ്ഞിവെള്ളം, ഒരെണ്ണത്തിൽ പാലും വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 2-3 തുള്ളി അയഡിൻ ഒഴിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങിൽ നമുക്ക് അയഡിൻ ലായനി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് കളറായിരിക്കും ഉണ്ടായിരിക്കുക? കടും നീല നിറമായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. കടും നീല നിറമായിരിക്കും ഉണ്ടായിരിക്കുക, നല്ല കടും നീല നിറമായിരിക്കും കേട്ടോ. വെള്ളരിയിലാണെന്നുണ്ടെങ്കിലോ അതിലൊന്നും വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല, നിറത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി മൈദയിലാണെന്നുണ്ടെങ്കിൽ നല്ല കടും നീല നിറമായിരിക്കും കേട്ടോ, നീല നിറം തന്നെയായിരിക്കും. ഓക്കെ, ഇനി മുട്ടയുടെ വെള്ളയാണെങ്കിലോ അതിലും നിറം മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. മുട്ടയുടെ വെള്ളയിലൊന്നും നിറം മാറ്റം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കഞ്ഞിവെള്ളം നമ്മൾ പറഞ്ഞു, കഞ്ഞിവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ കടും നീല നിറമായിരിക്കും കഞ്ഞിവെള്ളം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? കഞ്ഞിവെള്ളത്തിൽ നമുക്ക് അയഡിൻ ലായനി ഒഴിച്ചപ്പോൾ എന്ന് മനസ്സിലായി, അവിടെ കടും നീല നിറം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് പാല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാലിലാണെന്നുണ്ടെങ്കിലും എന്തുണ്ടായിരിക്കില്ല? കളർ ഉണ്ടായിരിക്കില്ല കേട്ടോ. പാലിലാണെന്നുണ്ടെങ്കിലും കളർ ഉണ്ടായിരിക്കില്ല. വെള്ളരിയിലാണെന്നുണ്ടെങ്കിലും മുട്ടയുടെ വെള്ളയിലാണെന്നുണ്ടെങ്കിലും പാലിലാണെന്നുണ്ടെങ്കിലും എന്തുണ്ടായിരിക്കില്ല? കളർ ഉണ്ടാവും, ഒന്നും വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്, നമുക്ക് ഈ നീല കളർ നൽകിയിരിക്കുന്ന ഇതിലൊക്കെയാണ് ഉരുളക്കിഴങ്ങിലും കഞ്ഞിയിലൊക്കെ എന്താണ് ഉരുളക്കിഴങ്ങ്, മൈദ, കഞ്ഞിയൊക്കെ എന്താണ് നീല നിറമാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നുണ്ട്. അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. അന്നജത്തിൻ്റെ അളവിനനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് ഈ നീല നിറം കാണുന്നത് എന്താണ്? അയഡിൻ ഉണ്ടെന്നുള്ളതിന്, അയഡിൻ്റെ പ്രസൻസിനെയാണ് ഈ നീല നിറം സൂചിപ്പിക്കുന്നത്. നിറത്തിൽ വ്യത്യാസം വരുന്നത് കേട്ടോ. ഈ നീലനിറം തന്നെ കടും നീലനിറം ഉണ്ടാവാം, ഇളം നീലനിറം ഉണ്ടായിരിക്കും. അത് ഓരോ ഭക്ഷണ പദാർത്ഥത്തിനനുസരിച്ചിട്ടായിരിക്കും ഈ നീലനിറത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കുക എന്നും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ചെറുധാന്യങ്ങൾ എന്താണ്? മില്ലറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. എന്നാണ് മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ച ദിവസം ഏതാണ്? ഏത് ഇയറാണ്? ഏത് ഇയറിലായിരുന്നു? എപ്പോഴും ചോദിക്കുന്നുണ്ടല്ലേ, ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ച ദിവസം ഏതാണ്, ഏത് ഇയറിലാണെന്ന് ചോദിക്കാറുണ്ടല്ലോ. 2023-ലാണല്ലേ, 2023-ലാണ് ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത്. അതും കൂടെ പഠിച്ചു വെക്കാം കേട്ടോ. എന്താണ് ചെറുധാന്യങ്ങൾ എന്ന് വെച്ചാൽ പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. എന്താണ് മില്ലറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്? പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളെയാണ് മില്ലറ്റുകൾ എന്ന് പറയുന്നത്. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഏതിലുണ്ട്? മില്ലറ്റിലുണ്ട് കേട്ടോ. പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. ഇതിലുണ്ട്? മില്ലറ്റിലുണ്ട്, അതായത് ചെറുധാന്യങ്ങളിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടു കൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ പക്ഷികളും മൃഗങ്ങളും മാത്രമാണ് ഈ ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം മനുഷ്യർ ഇതിന് പ്രാധാന്യം മനസ്സിലാക്കി, അതിനുശേഷമാണ് മനുഷ്യരും ഇത് ആഹാരമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്റ, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്.
റാഗി, ബജ്റ, തിന, ചോളം, ചാമ എന്നിവയൊക്കെ എന്താണ്? ചെറുധാന്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് ഈ ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ആദ്യമൊക്കെ മൃഗങ്ങളും പക്ഷികളും മാത്രമാണ് ഇത് കഴിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് മനുഷ്യരും കഴിച്ചു തുടങ്ങിയത്. ഇതിലെന്താണ് പ്രത്യേകത? അരിയും ഗോതമ്പും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷികളാണ് ഉപയോഗിച്ചിരുന്നത്, എന്നാൽ ഇപ്പം മനുഷ്യരും ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? റാഗി, ബജ്റ, തീന, ചോളം, ചാമ എന്നിവയൊക്കെ എന്താണ്? ചെറുധാന്യങ്ങളാണ് അല്ലേ, മില്ലറ്റ്സ് ആണ്. നെക്സ്റ്റ് നോക്കിയാലോ, വളർച്ചയ്ക്ക് പിന്നിൽ നമുക്ക് നോക്കാം. വളർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പോഷകഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമുക്ക് പ്രോട്ടീനെ കുറിച്ച് പറയാം. നോക്കി, ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു കുട്ടിയും അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു അമ്മ പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്നാണ് പറയുന്നത് ഡോക്ടർ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? കുട്ടിക്ക് വളർച്ച കുറവുണ്ട്, മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അവിടെ പ്രോട്ടീൻ്റെ കുറവുണ്ടായിരിക്കില്ലേ, കുട്ടിക്ക് വളർച്ച കുറവുണ്ട്. അതുപോലെ തന്നെ മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാലൊക്കെ എന്നീ ആഹാരങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അത് കാരണമാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നതിനായിട്ട് കാരണം അല്ലേ. നമുക്ക് നോക്കാം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷകഘടകമാണ് പ്രോട്ടീൻ. അപ്പോൾ എന്താണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷകഘടകമാണ് പ്രോട്ടീൻ. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷകഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാന ഊർജ്ജത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. എന്നാൽ പ്രോട്ടീനും കുറച്ച് ഊർജ്ജം പ്രദാനം ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് പ്രോട്ടീൻ ഏതിനൊക്കെയാണ് ആവശ്യം? പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയ്ക്കാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ ആവശ്യം. പ്രോട്ടീൻ്റെ കുറവ് മൂലമാണ് കോശിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ചോദിക്കാറുണ്ടല്ലോ, പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസിൽ എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രോട്ടീൻ്റെ കുറവ് മൂലം കോശിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷകഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് എന്താവശ്യമാണ്? പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നുണ്ട്. ഇനി പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോശിയോർക്കർ, മരാസ്മസ്. ഈ മരാസ്മസിനെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? PSC വിശപ്പിൻ്റെ രോഗം അല്ലേ. വിശപ്പിൻ്റെ രോഗം എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നതാണ് മരാസ്മസ് ആണ് വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോശിയോർക്കറും മരാസ്മസും പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. പഠിച്ചിരിക്കുക. നോക്കി, കോശിയോർക്കർ ബാധിച്ച കുട്ടീനെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഭയങ്കര ശോഷിച്ചിട്ടുള്ള ഒരു കുട്ടീനെ കാണിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷകഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നുണ്ട്. നോക്കിയേ, പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? കോശിയോർക്കറും മരാസ്മസ് ആണെന്ന് പറഞ്ഞു. ഇനി നോക്കിയാൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നൽകിയിരിക്കുന്നത് എന്താണ്? ഗ്രീൻ പീസ് ആണല്ലോ അല്ലേ. ഗ്രീൻ പീസ് അല്ലേ ഫസ്റ്റ് നൽകിയിരിക്കുന്നത്? എന്താണ്? ഗ്രീൻ പീസ് ആണ് ഫസ്റ്റ് നൽകിയിരിക്കുന്നത്. ഗ്രീൻ പീസ് ആണ്. നെക്സ്റ്റ് പനീറിൽ എന്താണ്? പ്രോട്ടീൻ കൂടുതലാണ്. അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ് അല്ലേ. കശുവണ്ടി പരിപ്പ് ആണ് നെക്സ്റ്റ്. കശുവണ്ടി പരിപ്പിലും എന്താണ്? പ്രോട്ടീൻ കൂടുതലാണ്. പിന്നെ എന്താണ്? നിലക്കടല അല്ലേ. നിലക്കടല എന്നിവ നൽകിയിട്ടുണ്ട്. മാംസം, മത്സ്യം, മുട്ട, പാല് എന്നിവയിലൊക്കെ എന്താണ്? പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. പ്രോട്ടീൻ്റെ അളവ് കൂടുതലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഗ്രീൻ പീസ്, പനീർ, കശുവണ്ടി, നിലക്കടല, മാംസം, മത്സ്യം, മുട്ട, പാൽ എന്നിവയിൽ എന്താണ്? പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ പ്രോട്ടീനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോക്കാം.
നമുക്ക് നോക്കിയൊക്കെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. നിങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർ പ്രോട്ടീന് കുറവാണെന്നുണ്ടെങ്കിൽ കുറവുണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏത് പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? അതായത് നമുക്കറിയാം സസ്യാഹാരികളുണ്ടായിരിക്കും, മാംസാഹാരികളുണ്ടായിരിക്കും, അതായത് സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവർ ഏതായിരിക്കും ഉപയോഗിക്കേണ്ടത്? ഏതാണ് ഉപയോഗിക്കുന്നത്? പനീർ അല്ലേ? പനീർ, ഗ്രീൻ പീസ്, ബീൻസ്, സോയാബീന്, ഓട്സ്, കശുവണ്ടി, നിലക്കടലൊക്കെ എന്താണ് അവർക്ക് കഴിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആൾക്കാർക്കും കഴിക്കാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഗ്രീൻ പീസ്, പനീർ, ബീൻസ്, സോയാബീൻ, ഓട്സ്, കശുവണ്ടി, നിലക്കടല എന്നിവയൊക്കെയാണ്. ഓക്കെ, പ്രോട്ടീൻ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം കൊഴുപ്പ് കേട്ടോ. കൊഴുപ്പ് എന്ന് പറയുന്ന ഒരു പോഷകഘടകം നോക്കാം. ഫാറ്റ് എന്ന് വെച്ചാൽ നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റിൽ ഊർജ്ജം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പ്രോട്ടീനിലും ഊർജ്ജം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ, കൊഴുപ്പും കൂടി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊഴുപ്പിലാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്കറിയാം? എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് നമുക്കിതിൽ തന്നിരിക്കുന്നൊരു പ്രവർത്തനമാണ്. ഒരു പേപ്പറിൽ എണ്ണ ഒഴിച്ച് നോക്കാം, അതുപോലെ തന്നെ അപ്പുറത്തെ പേപ്പറിൽ എന്താണ് നെയ്യും, 2 പേപ്പർ എടുത്തിട്ട് ഒരു പേപ്പർ എണ്ണയും ഒരു പേപ്പറിൽ നെയ്യും ഒഴിച്ച് നോക്കാം. അപ്പോൾ അതിലെന്ത് വ്യത്യാസമാണ് കാണുന്നത് നോക്കാം. ഒരു പാട പോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് എണ്ണ ഒഴിച്ച പേപ്പറിൽ ഒരു പാട പോലെയാണ് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് ആഹാര വസ്തുക്കൾ നൽകിയിട്ടുണ്ട്. ചിപ്സ്, പച്ചവാഴയ്ക്ക, ചതച്ച എള്ള്, ഉണങ്ങിയ തേങ്ങ, ചതച്ച നിലക്കടല എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉരച്ച് നോക്കിയാൽ എന്തൊക്കെയായിരിക്കും വ്യത്യാസം കാണപ്പെടുന്നത് നമുക്ക് നോക്കാം. ചിപ്സ് ആണെന്നുണ്ടെങ്കിൽ പേപ്പറിൽ എന്തുണ്ടായിരിക്കും? എണ്ണമയം ഉണ്ടായിരിക്കും അല്ലേ? ചിപ്സ് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം കേട്ടോ. ചിപ്സിൽ എന്താണ്? എണ്ണമയം ഉണ്ടായിരിക്കും. ഇനി പച്ചവാഴയ്ക്കാണെങ്കിലോ അതിലൊന്നും എണ്ണയുടെ പാട് കാണില്ല അല്ലേ? ചതച്ച എള്ളാണെന്നുണ്ടെങ്കിലും ചതച്ച എള്ളിൽ കാണപ്പെടുന്നുണ്ടല്ലേ? എണ്ണ കാണപ്പെടും. അതുപോലെ തന്നെ ഉണങ്ങിയ തേങ്ങയാണെന്നുണ്ടെങ്കിലോ എണ്ണയുടെ പാട് കാണപ്പെടില്ലേ? എണ്ണ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചതച്ച നിലക്കടലയാണെന്നുണ്ടെങ്കിലും എണ്ണയുടെ പാട് കാണപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ മനസ്സിലായി. ഏതൊക്കെയാണ്? ചിപ്സ്, അതുപോലെ തന്നെ ചതച്ച എള്ള, ഉണങ്ങിയ തേങ്ങ, ചതച്ച നിലക്കടല എന്നിവയിലൊക്കെ എന്തുണ്ട്? കൊഴുപ്പുണ്ട്, നമുക്ക് മനസ്സിലായി. ഇനി നോക്കി താഴെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ. രണ്ടാമത്തിൽ എന്താണ്? നെയ്യ്. അതുപോലെ തന്നെ നെക്സ്റ്റിൽ എന്താണ്? മീനെണ്ണ കേട്ടോ. മൂന്നാമത്തെ നൽകിയിരിക്കുന്നതാണ് മീനെണ്ണയാണ്. മീനെണ്ണ കേട്ടോ. മീനെണ്ണയാണ് നൽകിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നൽകിയിരിക്കുന്നത് എന്താണ്? വെണ്ണയാണ് അല്ലേ? വെണ്ണയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് പിക്ചറിൽ നൽകിയിരിക്കുന്നത് എന്താണ്? സൂര്യകാന്തിയുടെ എണ്ണയുണ്ട്. സൂര്യകാന്തിയുടെ എണ്ണയാണ് നെക്സ്റ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെളിച്ചെണ്ണ, പിന്നെ നെയ്യ്, പിന്നെ എന്താണ്? മീനെണ്ണ, വെണ്ണ, സൂര്യകാന്തിയുടെ എണ്ണ എന്നിവ നൽകിയിട്ടുണ്ട് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് സസ്യജന്യ കൊഴുപ്പുകളും ജന്തുജന്യ കൊഴുപ്പുകളും നമുക്ക് തരംതിരിക്കാമല്ലോ. ഏതാണ് സസ്യജന്യ കൊഴുപ്പ്? വെളിച്ചെണ്ണ എന്ന് പറയുന്നത് എന്താണ്? സസ്യജന്യ കൊഴുപ്പാണ്. അതുപോലെ തന്നെ സൂര്യകാന്തിയുടെ അല്ലേ, നമ്മൾ പറഞ്ഞു സൂര്യകാന്തി എണ്ണ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഈ സൂര്യകാന്തിയുടെ എണ്ണ എന്ന് പറയുന്നത് എന്താണ്? സസ്യജന്യ കൊഴുപ്പാണ്. ഇനി ജന്തുജന്യ കൊഴുപ്പ് ഏതൊക്കെയാണ്? മത്സ്യ എണ്ണ, അതുപോലെ തന്നെ നെയ്യ്, അതുപോലെ തന്നെ വെണ്ണ എന്നിവയ്ക്ക് എന്താണ്? ജന്തുജന്യ കൊഴുപ്പുകളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. പച്ചക്കറി, അരി, ഗോതമ്പ് തുടങ്ങിയ മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് പച്ചക്കറിയും അരിയും ഗോതമ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനും ചെറുതായിട്ടൊരു കൊഴുപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി എന്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? എന്താണ് കൊളസ്ട്രോൾ? കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താകും കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ്. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ എന്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ കൂടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ആവശ്യമാണ്, പക്ഷെ അത് കുറച്ചളവിൽ മാത്രം മതി. അത് കൂടാണെന്നുണ്ടെങ്കിൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമാകുകയാണെന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടും. എന്ത് ചെയ്യും? കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാണ്. രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടാണ്. അപ്പോൾ രക്തത്തിന് വരേക്ക് ഒഴുകാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെ രക്തം ഒഴുകുന്നതിന് തടസ്സപ്പെടാത്താണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് ഇത്
കാരണമാകും. അത് കാരണമാണ് കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കാനായിട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം വിറ്റാമിനുകൾ. വിറ്റാമിനുകൾ എന്ന് വെച്ചാൽ എന്താണ്? വിറ്റാമിനുകൾ എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷകഘടകങ്ങളാണ് വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള ഘടകമാണ് വിറ്റാമിനുകൾ. അപ്പോൾ വിറ്റാമിനുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCRT പോയിന്റ്സ് വെച്ചിട്ടും അല്ലാതെ നമ്മൾ കുറേ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് വിറ്റാമിനുകളെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നാണ് പറയുന്നത് നോക്കാം. ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടർ എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നുണ്ട്, എന്തായിരിക്കും കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? മോണയിലെ രക്തസ്രാവം വൈറ്റമിൻ ഡി കുറവ് മൂലമാണ്. മരുന്നിനൊപ്പം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം. അപ്പോൾ വൈറ്റമിൻ എയും ബിയൊക്കെ ഉണ്ട്. വൈറ്റമിൻ എയും ബിയൊക്കെ ഉണ്ടോ എന്ന് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലേ? നമുക്കറിയാം വൈറ്റമിൻ എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്നതും അതുപോലെ തന്നെ കൊഴുപ്പ് ലയിക്കുന്നതുമായിട്ടുള്ള 2 വിഭാഗങ്ങളാണുള്ളത്. അതിൽ നമുക്ക് ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്ന അറിയുന്നതല്ലേ? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്നവയാണ്. എന്നാൽ കൊഴുപ്പ് ലയിക്കുന്നവയാണ് വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ അല്ലേ? കേടാണ് അല്ലേ? അപ്പോൾ കേടാണ്. കൊഴുപ്പ് എന്ന് പറയുന്നത് കേടാണ് മനുഷ്യ ശരീരത്തിന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കേടാ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ എന്നിവ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റാമിനുകളാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ മോണയിൽ നിന്ന് രക്തസ്രാവം വരുന്നതിന് കാരണം എന്തായിരിക്കും? വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. BSൽ ചോദിച്ചിട്ടുണ്ട്, മോണയിൽ അധിക രക്തസ്രാവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ കുറവ് മൂലമാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണെന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്താണെന്ന് നോക്കാം. വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്താണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആണ് അല്ലേ? വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഏതാണ്? വൈറ്റമിൻ എ ആവശ്യമാണ്. ഇനി വൈറ്റമിൻ ബി എന്ന് വെച്ചാൽ എന്താണ്? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് എന്താവശ്യമാണ്? വൈറ്റമിൻ ബി ആവശ്യമാണ്. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ബി ആവശ്യമാണ്. ഇനി വൈറ്റമിൻ സിയോ? പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ സി ആവശ്യമാണ്. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ സി ആവശ്യമാണ്. ഇനി വൈറ്റമിൻ ഡിയോ? വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ ഡി ആവശ്യമാണ് അല്ലേ? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഇനി നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ അല്ലേ? വൈറ്റമിൻ ഇ ആണ് നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നത്. ഇനി മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് വൈറ്റമിൻ കെ ആണ് അല്ലേ? വൈറ്റമിൻ കെ ആണ് ഇതിന് സഹായിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. വൈറ്റമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. വൈറ്റമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്നു. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്നു. വൈറ്റമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. വൈറ്റമിൻ കെ മുറിവുണ്ടാകും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കി, ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതായിരിക്കും? വൈറ്റമിൻ എയും വൈറ്റമിൻ ബി ആയിരിക്കില്ല. നോക്കി, വൈറ്റമിൻ എ എന്ന് പറയുന്നത് ത്വക്ക്, കണ്ണ്, ത്വക്ക്, തലമുടി അല്ലേ? അവിടെ നമുക്കറിയാം വൈറ്റമിൻ എയിൽ ത്വക്ക് പറയുന്നുണ്ട്, വൈറ്റമിൻ ബിയിലും പറയുന്നുണ്ട്, ത്വക്കിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും. നെക്സ്റ്റ് എന്താണ്? വൈറ്റമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സഹായിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കണരോഗമാണല്ലേ? കണരോഗം വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ശരിയായ അളവിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ കണരോഗം ഉണ്ടാകും എന്നും പഠിച്ചു വയ്ക്കാം. ഓക്കെ. ഇനി വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും നമുക്കറിയാം. B1 മുതൽ B12 വരെ ബി കോംപ്ലക്സുകളുണ്ട് കേട്ടോ. B1 മുതൽ എന്തുണ്ട്? B12 വരെയുണ്ട്.
അപ്പോൾ നമുക്ക് അത് രണ്ടിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറയുന്നില്ല. ഹയർ ക്ലാസ്സുകളിലാണ് വൈറ്റമിൻ B1 മുതൽ B12 കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് വെച്ചാൽ എന്താണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരേ ഒരു വൈറ്റമിൻ ആണല്ലേ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്ന് അത് ലഭിക്കുന്നുണ്ട്, ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിൻ ആണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയെ നമ്മൾ എന്താണ് പറയുന്നത്? കണ എന്നാണ് പറയുന്നത്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതും നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. അപ്പോൾ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം എന്താവശ്യമാണ്? ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇനി വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്? നമുക്കറിയാം 6ാം ക്ലാസ്സിലെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഓരോ വൈറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ടേബിളിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. വൈറ്റമിൻ എ കിട്ടുന്നതിന് ലഭിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? മത്സ്യം, ക്യാരറ്റ്, പിന്നെ എന്തൊക്കെയാണ്? ചീരണ്ടല്ലോ അല്ലേ? ചീരണ്ട്, പിന്നെ എന്തിട്ടുള്ളത്? ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, അതുപോലെ തന്നെ ഇലകളായിട്ടുള്ള പയറില, ചേമ്പില, അങ്ങനെ കേട്ടോ. ചേമ്പ് എന്നീ ഇലകളൊക്കെ ഇലക്കറികൾ കേട്ടോ. അപ്പോൾ ഇലകൾ, പിന്നെ മുരിങ്ങയില, ചേമ്പില, പയറില ഒക്കെ എന്നീ പാലുൽപ്പന്നങ്ങൾ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് വൈറ്റമിൻ എ ലഭിക്കുന്നത്. വൈറ്റമിൻ എ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? മത്സ്യം, ക്യാരറ്റ്, ചീര, കരൾ, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. നെക്സ്റ്റ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ധാന്യങ്ങളാണല്ലേ? ധാന്യങ്ങളുടെ തവിടിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇതാണ് വൈറ്റമിൻ ബി ആണ്. അതാണ് കൂടുതലും PSC ചോദിക്കുന്നത്. ധാന്യങ്ങളുടെ തവിടാണ് കേട്ടോ. ധാന്യങ്ങളുടെ തവിടിനെ കുറിച്ചിട്ടാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ധാന്യങ്ങളുടെ തവിടിൽ വൈറ്റമിൻ ബി ഉണ്ട്. അതുപോലെ തന്നെ മട്ടയരി, ചീര എന്നിവയിലും എന്തുണ്ട്? വൈറ്റമിൻ ബി ഉണ്ട്. പിന്നെ ഏതിലൊക്കെ ഉണ്ട്? മുട്ട, പാൽ, ചേമ്പില കേട്ടോ. നേരത്തെ പറഞ്ഞ മുട്ട നമ്മൾ വൈറ്റമിൻ ബിയിലാണ് പറഞ്ഞത് അല്ലേ? മുട്ട, പാല്, ചേമ്പില എന്നിവയിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ ബി ഉണ്ട്. നെക്സ്റ്റ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഏതാണ്? നെല്ലിക്ക, നാരങ്ങ, ഇതൊക്കെയാണ്. പിന്നെ നെല്ലിക്ക, നാരങ്ങ, പഴങ്ങളിലൊക്കെ എന്താണ്? വൈറ്റമിൻ സി ആണുള്ളത് അല്ലേ? വൈറ്റമിൻ സി ആണ് പഴങ്ങളിലുള്ളത്. അതുപോലെ തന്നെ പപ്പായ, അതുപോലെ തന്നെ മുരിങ്ങയില എന്നിവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ സി ആണുള്ളത്. ഓക്കെ, ഇനി വൈറ്റമിൻ ഡിയിൽ കൂടുതലായിട്ട് ഏതാണ്? വൈറ്റമിൻ ഡി കാണപ്പെടുന്നതിലാണ് മത്സ്യത്തിൽ ഉണ്ട് അല്ലേ? വൈറ്റമിൻ ഡി മത്സ്യത്തിലുണ്ട്, മുട്ടയിലുണ്ട്. വൈറ്റമിൻ ഡി എന്താണ്? മത്സ്യം, മുട്ട, പാല് കൂടുതലായിട്ട് പറയില്ലേ നമ്മൾ? പാല്, മുട്ട, മത്സ്യം, അതുപോലെ തന്നെ കരള്, അതുപോലെ തന്നെ കൂൺ എന്നിവയിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ ഡി ഉണ്ട് കേട്ടോ. വൈറ്റമിൻ ഡി ഉണ്ട്. ഇനി വൈറ്റമിൻ ഇ എന്ന് ചോദിക്കുകയാണെങ്കിലോ, വൈറ്റമിൻ ഇ ഉള്ളത് കൂടുതലായിട്ട് ഇതിലാണ്? നിലക്കടല, ബദാം, അതുപോലെ തന്നെ സസ്യ എണ്ണകൾ കേട്ടോ. ഇവിടെ ഇമ്പോർട്ടൻറ്റ് സസ്യ എണ്ണകളാണ്. ഈ സസ്യ എണ്ണകളിൽ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ ബ്രൊക്കോളി, അവക്കാഡോ എന്നിവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ ഇ ആണുള്ളത് കേട്ടോ. അപ്പോൾ നിലക്കടല, ബദാം, സസ്യ എണ്ണ, പിന്നെ ബ്രൊക്കോളി, അവക്കാഡോ. ഇനി വൈറ്റമിൻ കെയോ? വൈറ്റമിൻ കെ, ക്യാബേജ്, കോളിഫ്ലവർ. ഓക്കെ, ക്യാബേജ്, കോളിഫ്ലവർ. പിന്നെ ചീരയിലുണ്ട്, വൈറ്റമിൻ കെ ആണ് ചീരയിലുള്ളത്. അതുപോലെ തന്നെ കിവി, ബ്ലൂബെറി എന്നിവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ കെ ആണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വൈറ്റമിൻ എ എന്ന് പറയുന്നുള്ളത് ഇതിലൊക്കെയാണ്? മത്സ്യം, ക്യാരറ്റ്, ചീര, കരൾ, പയർ,
പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലൊക്കെ എന്താണ് വൈറ്റമിൻ എ ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ബി പറഞ്ഞു, നമ്മെ മട്ടയരി പറഞ്ഞു, ചീര, ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില. ഇനി വൈറ്റമിൻ സി നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, മുരിങ്ങയില, പപ്പായ എന്നിവയിലൊക്കെ എന്താണ് വൈറ്റമിൻ സി ഉണ്ട്. ഇനി വൈറ്റമിൻ ഡിയോ മത്സ്യം, മുട്ട, കൂൺ, കരൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിലൊക്കെ എന്താണ് വൈറ്റമിൻ ഡി ഉണ്ട്. വൈറ്റമിൻ ഇ നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ, ബ്രോക്കോളി, അവക്കാഡോ എന്നിവയിലൊക്കെയാണ്. വൈറ്റമിൻ കെയോ കാബേജ്, കോളിഫ്ലവർ, ചീര, കിവി, ബ്ലൂബെറി എന്നിവയിലൊക്കെ എന്താണ് വൈറ്റമിൻ കെ ആണുള്ളത്. ഓക്കെ, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വൈറ്റമിനിൽ കൊഴുപ്പ് ലയിക്കുന്നവയുണ്ട്, അതുപോലെ തന്നെ എന്താണ് കൊഴുപ്പ് ലയിക്കുന്നവയുണ്ട്, ജലത്തിൽ ലയിക്കുന്നുണ്ട്. വൈറ്റമിൻ ബിയും സിയും എന്താണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. വൈറ്റമിൻ എടക്കിൽ അല്ലെങ്കിൽ KE, DA എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തുന്നതിന് പ്രാധാന്യം മനസ്സിലായല്ലോ അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭക്ഷണത്തിലെ ധാതുക്കളാണ്, മിനറൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അയൺ ഗുളികയൊക്കെ വരുന്നത് ഈ ധാതുക്കളുമായി ബന്ധപ്പെട്ടാണ്. ഈ അയൺ, കാൽസ്യം, അയഡിൻ എന്നിവയൊക്കെ എന്താണ് ധാതുക്കളാണ്. നമുക്ക് നോക്കാം. അയൺ എന്ന് പറയുന്ന ഒരു ധാതുവാണ്. നമുക്കറിയാം അയൺ ഗുളിക കൊടുക്കാറുണ്ട് അല്ലേ, സ്കൂളിലൊക്കെ നമുക്ക് അയൺ ഗുളിക നൽകാറുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ അയൺ ഗുളിക എന്തിനാണെന്ന് പറയാൻ പോകുന്നത്. അയൺ എന്ന് പറയുന്നത് എന്താണ് ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്, ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായമാകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. അയൺ എന്ന് പറയുന്നത് എന്താണ് പ്രധാന ധാതുവാണ്. ഒരു അയൺ എന്ന് പറയുന്നത് അയൺ നമ്മൾ എന്താ പറയുക, ഇരുമ്പ് എന്ന് പറയാം അല്ലേ. ഇനി അയണുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, ആഹാരങ്ങൾ ഏതൊക്കെയാണ്. ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിലേക്ക് എന്താണ് അയൺ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിലേക്ക് എന്താണ് അയൺ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇനി അയണിൻ്റെ പ്രാധാന്യം എന്താണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന എന്താണ് അയണാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഏതാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ്. നെക്സ്റ്റ് കാൽസ്യം. നമ്മൾ പറഞ്ഞു അല്ലേ, കാൽസ്യം പാല്, മുട്ട, ഇലക്കറികൾ, മത്സ്യം എന്നിവയിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാൽസ്യം പാൽ, മുട്ട, ഇലക്കറികൾ, മത്സ്യം എന്നിവയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാൽസ്യം എന്ന് പറയുന്നത് എന്തിനാണ് സഹായിക്കുന്നതാണ്, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നതാണ് കാൽസ്യമാണ്. അപ്പോൾ നമുക്ക് കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കാൽസ്യമാണ്. ഇനി അയഡിൻ. അയഡിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കടൽ വിഭവങ്ങളിലാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് ഏതാണ് അയഡിനാണ്. അയഡിൻ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏതിലാണ് കടൽ വിഭവങ്ങളിലാണ്. ഓക്കെ, പഠിച്ചല്ലോ. അപ്പോൾ ഇരുമ്പ് എന്ന് പറയുന്നത് ഇലക്കറികളിലും ശർക്കര, മത്സ്യം എന്നിവയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന എന്താണ് അയണാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഏതാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ്. ഇനി കാൽസ്യം എന്ന് പറയുന്നത് പാല്, മുട്ട, ഇലക്കറികൾ, മത്സ്യം എന്നിവയിലാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ് കാൽസ്യമാണ്. ഇനി അയഡിനോ. അയഡിൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏതിലാണ് കടൽ വിഭവങ്ങളിലാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഏതാണ് അയഡിനാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ധാതു ഏതാണ്, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ഏതാണ് അയൺ ആണ് അല്ലേ. അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ചോദിക്കാറുണ്ട് കേട്ടോ. ഹീമോഗ്ലോബിൻ ഇത് ലഭിക്കുവാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അതായത് ഹീമോഗ്ലോബിൻ ലഭിക്കാനായിട്ട് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് അയൺ, ഏതാണ് ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിലൊക്കെ എന്താണ് അയൺ ഇരുമ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവയൊക്കെയാണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ഉൾപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ്, കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്. കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് എന്താവശ്യമാണ് അയഡിൻ ആവശ്യമാണല്ലോ. കടൽ വിഭവങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ് കടൽ വിഭവങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ധാതു ഏതാണ് അയഡിനാണ്. അപ്പം നമുക്കതിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരിക്കും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് എന്താവശ്യമാണ് അയഡിൻ ആവശ്യമാണ്. അത് കാരണമാണ് കടൽ വിഭവങ്ങളിൽ കൂടുതലായിട്ട് ഉള്ളതിൽ അയഡിൻ ഏതാണ് അയഡിൻ കൂടുതലായിട്ടുള്ളത് ഇതിലാണ് കടൽ വിഭവങ്ങളിലാണ്. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ.
മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും കാൽസ്യം സഹായിക്കുന്നുണ്ട് അല്ലേ? കാൽസ്യം സഹായിക്കുന്ന എന്തൊക്കെയാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണം, രക്തം കട്ട പിടിക്കുന്നതിന് കാൽസ്യം സഹായിക്കുന്നുണ്ട്. അതിനാൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇനി എന്താണ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് നോക്കിയാലോ. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതിലാണ്? ചുവന്ന രക്താണുക്കളിലാണ്. ചുവന്ന രക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. അറിയാലോ, ഹീമോഗ്ലോബിനാണ് ചുവപ്പ് നിറം നൽകുന്നത് അല്ലേ രക്തത്തിന്. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. അപ്പോൾ രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നതും ആരാണ്? ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ ഏതാണ്? അനീമിയ ആണല്ലേ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? അനീമിയ ആണെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ചുവന്ന രക്താണുക്കളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഹീമോഗ്ലോബിനാണ്. അത് കാരണം തന്നെയാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നതാണ് ഹീമോഗ്ലോബിനാണ്. പ്രധാന ധർമ്മം എന്താണ്? രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ആരാണ്? ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ ഏതാണ്? അനീമിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ്? അപര്യാപ്ത രോഗങ്ങളാണ് കേട്ടോ. അപര്യാപ്ത രോഗങ്ങൾ നോക്കാം. ഡെഫിഷ്യൻസി ഡിസീസ്. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂവെങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. വൈറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? പഠിച്ചു വയ്ക്കാം. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലേ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ഇനി വിറ്റാമിൻ ബിയോ? വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? ഗ്ലോസിറ്റീസ്. ഈ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. കാരണം ഇതുവരെ നമുക്ക് പഠിച്ചിട്ടുള്ള SCERT പാഠപുസ്തകങ്ങളിലൊന്നും ഈ ഒരു വേർഡ് വന്നിട്ടില്ല കേട്ടോ, ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വേർഡ് പുതിയതായിട്ട് വന്നാണ് പഠിച്ചു വയ്ക്കുക. ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയെയാണ് ഈ ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് ഗ്ലോസിറ്റീസ്? നാവ് വീക്കം അല്ലെങ്കിൽ നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വായ്പുണ്ണും എന്താണ്? വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇനി വൈറ്റമിൻ സി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. സ്കർവി അല്ലേ. സ്കർവി വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. മോണയിൽ നിന്നുള്ള രക്തസ്രാവം എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ സിയുടെ സ്കർവിനെ പറയുന്നതാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം എന്ന്. അപ്പോൾ വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ്. ഇനി വൈറ്റമിൻ ഡിയോ? ഇതാണ് കാണയാണല്ലോ. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് കണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ നിശാന്തത, വൈറ്റമിൻ ബി ഗ്ലോസിറ്റീസ് വായ്പുണ്ണ്, വൈറ്റമിൻ സി സ്കർവി മോണയിൽ നിന്നുള്ള രക്തസ്രാവം, വൈറ്റമിൻ ഡി കാണാം. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? ഇതാണ് നമ്മൾ പറഞ്ഞു അല്ലേ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? സ്കർവി ഉണ്ടാകുന്നത്. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കും? എന്താണ് ഞാൻ പറഞ്ഞു. എന്താണ്? വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ് എന്തുള്ളത് ഈ വായ്പുണ്ണ് വരുന്നത് വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ്. വൈറ്റമിൻ ബി ഉള്ളത് കൂടുതലായിട്ട് ഏതിലാണെന്ന് നമ്മൾ പറഞ്ഞു? മട്ടയരി, ചീര, ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവരൊക്കെ എന്താണുള്ളത്? വൈറ്റമിൻ ബി ഉണ്ട് അല്ലേ. ഇനി ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം എന്ന് പറഞ്ഞാലേ വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ ആണ്. ഇനി ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കാണാണ്ടാകുന്നത്? വൈറ്റമിൻ ഡി ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നിശാന്തത എന്താണെന്ന് നോക്കിയാലോ. നിശാന്തത നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെയാണ് നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. നിശാന്തതയുള്ള വ്യക്തിക്ക് എന്താണ്? പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും മാത്രം അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും ഉണ്ടാവുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. പകലാണെന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ധാതുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ നോക്കാം.
അയണിൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അയണിൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ, വിളർച്ച. ഇനി അയഡിൻ്റെതാണ്, അയഡിൻ്റെ ഗോയിറ്റർ ഉണ്ടോ, അയഡിൻ്റെ അപര്യാപ്ത രോഗമാണ് എന്ത്, ഗോയിറ്റർ അല്ലേ. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാക്കുന്ന രോഗമാണ് ഗോയിറ്റർ. ഇനി കാൽസ്യം, കാൽസ്യത്തിന് എന്താണ്, ഓസ്റ്റിയോപൊറോസിസ്. എന്താണ്, ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അയഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഏതാണ് അനീമിയാണ്, വിളർച്ചയാണെന്ന് പറഞ്ഞില്ലേ, അനീമിയ. ഓക്കെ, ഗോയിറ്റർ രോഗമുണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഗോയിറ്റർ എന്ന് പറയുന്നത് ഏതിൻ്റെ അപര്യാപ്ത രോഗമാണ്? അയഡിൻ്റെ അപര്യാപ്ത രോഗമാണ്. അയഡിൻ കൂടുതലായിട്ടുള്ളത് ഏതിലാണ്? കടൽ വിഭവങ്ങളിലാണ്. അപ്പോൾ നമുക്ക് കടൽ വിഭവങ്ങളാണല്ലേ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. എന്ത് കാരണമാണ് അങ്ങനെ പറഞ്ഞത്? അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. സമുദ്ര വിഭവങ്ങളിൽ നിന്നാണ് അയഡിൻ കൂടുതലായിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഏതൊക്കെയാണ്? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ഏതിൻ്റെ കുറവ് മൂലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതിൻ്റെ കുറവ് മൂലമാണ്? കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ്. അപ്പോൾ ഈ കാൽസ്യം നമ്മുടെ ഏതിലൊക്കെയാണ് കാൽസ്യം ഉള്ളത്? പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, മുട്ട, മത്സ്യം എന്നിവയിലൊക്കെ എന്തൊക്കെയുണ്ട്? കാൽസ്യം ഉണ്ട് അല്ലേ, കാൽസ്യം ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? എന്താണ് അയൺ ഗുളിക? എന്തിനുള്ളതാണ്? അനീമിയയ്ക്ക് കാരണമാകുന്ന അയണിൻ്റെ കുറവ് തടയുന്നതിനായിട്ടാണ് സ്കൂളുകളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്കിനി എന്താണ് രോഗം? ഓസ്റ്റിയോപൊറോസിസും ഗോയിറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓസ്റ്റിയോപൊറോസിസ് എന്ന് വെച്ചാൽ എന്താണ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. എന്താണ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയാം, മലയാളത്തിൽ അസ്ഥിക്ഷയം എന്ന് പറയാം അല്ലേ. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനി എന്താണ് ഗോയിറ്റർ? ഗോയിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് പറയുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തിൻ്റെ അഭാവമാണ്? അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് എന്താവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് എന്താവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്. ഇനി എന്താണ് പോഷകേതര ഘടകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് പോഷകേതര ഘടകങ്ങൾ? പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് നാരുകൾ. എന്താണ് പറയുന്നത്? നാരുകൾ കേട്ടോ. നാരുകൾ എന്ന് വെച്ചാൽ എന്താണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. ചോദിക്കാറുണ്ട്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ എന്ന് പറയുന്നത്. നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. നാരുകൾ പോഷകഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നതാണ് നാരുകളാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ എന്താണ്? ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. നാരുകൾ പോഷകഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നതാണ് നാരുകളാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നാരുകൾ അടങ്ങിയ ഭക്ഷണം നൽകിയിട്ടുണ്ടല്ലേ. മാമ്പഴം, അത് മാമ്പഴ ജ്യൂസാക്കി മാറ്റിയില്ലേ. മാമ്പഴ കഷ്ണങ്ങൾ അരിച്ചെടുത്ത് മാമ്പഴ ജ്യൂസ് കണ്ടില്ലേ. ഇതിലേറ്റവും കൂടുതലായിട്ട് നാരുകൾ ഉണ്ടായിരിക്കും ഏതിലായിരിക്കും? അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസിനേക്കാളും കൂടുതൽ നാരുകൾ ഏതിലായിരിക്കും? മാമ്പഴ കഷ്ണത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. പഴങ്ങളുടെ പൾപ്പിലും തൊലിയിലുമാണ് ധാരാളം നാരുകൾ കാണപ്പെടുന്നത്. മാമ്പഴ ജ്യൂസ് അരിച്ചെടുക്കുമ്പോൾ നാരുകളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ കുടിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ജലത്തെക്കുറിച്ച് നോക്കിയാലോ.
നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണ് അല്ലേ. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. ജലം എന്തിനൊക്കെയാണ് ആവശ്യം? ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ജലത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് സമീകൃത ആഹാരം എന്ന് വെച്ചാൽ എന്താണ്? ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമം നമ്മൾ ശീലിക്കണം. അതിനെയാണെന്ന് പറയുന്നത് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ എന്താണ് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഏതാണ്? രാത്രി ഭക്ഷണത്തിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടതൊക്കെ നമുക്ക് ഒരു ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി എൻ്റെ ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കിയേ. ഫുഡ് പ്ലേറ്റിൽ എന്തൊക്കെയുണ്ട്? പച്ചക്കറികൾ 400 ഗ്രാം ചേർത്തു, പഴങ്ങൾ 100 ഗ്രാം, പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ എല്ലാത്തിനും, അതായത് എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമുക്ക് ലഭിക്കുന്ന തരത്തിൽ പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും എല്ലാം ലഭിക്കുന്ന തരത്തിലൊരു ഫുഡ് പ്ലേറ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. പാല്, തൈര് 300 ml, അണ്ടിപ്പരിപ്പ് വിത്ത് 30 ഗ്രാം, കൊഴുപ്പ് 27 ഗ്രാം, ധാന്യങ്ങൾ 260 ഗ്രാം അല്ലേ. ഇനി നമുക്ക് എന്താണ് കലോറി എന്ന് പഠിക്കാം. കലോറി എന്ന് വെച്ചാൽ എന്താ നോക്കാം. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജ്ജം ആവശ്യമാണ്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് എന്താവശ്യമാണ്? ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജ്ജം വേണം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ എന്താണ് കലോറി എന്ന് വെച്ചാൽ ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റിനെയാണ് കലോറി എന്ന് പറയുന്നത്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് എന്താവശ്യമാണ്? കലോറി ആവശ്യമാണ്. ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ശരാശരി 1900 മുതൽ 2400 കലോറിയാണ് ആവശ്യം. എന്നാൽ ഒരു സ്ത്രീക്കാണെങ്കിലോ 1600 മുതൽ 2000 കലോറി വരെ ഊർജ്ജം. കുട്ടിക്കാണെങ്കിൽ 1200 മുതൽ 1400 കലോറി വരെയാണ് ഊർജ്ജം ആവശ്യമുള്ളത്. ഇനി പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോഴൊക്കെ എന്ത് സംഭവിക്കുകയാണ്? പോഷക മൂല്യം നഷ്ടപ്പെടാണല്ലേ. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വിലയിരുത്താമെന്ന് പറഞ്ഞിട്ട് ഒരു പോഷൻ നൽകിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിട്ടുണ്ട്. ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കുക. കാർബോഹൈഡ്രേറ്റ് ഏതിലാണ്? കാർബോഹൈഡ്രേറ്റ് ഇതിലാണ്? ധാന്യങ്ങളിലാണ് അല്ലേ കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. ഇതിലാണ് ധാന്യങ്ങളിലാണ്. ഇനി ധാതുക്കൾ ഏതിലാണ്? കൂടുതലും ഇലക്കറികളിലാണ് ധാതുക്കൾ കൂടുതലായിട്ടുള്ളത്. ഇനി കൊഴുപ്പാണെങ്കിൽ എണ്ണയിലാണ് അല്ലേ, കൊഴുപ്പ് എണ്ണയിലാണ്. പ്രോട്ടീൻ ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, മുട്ട എന്നിവയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അയഡിൻ അടങ്ങിയിട്ടുള്ളത്, അയഡിൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗോയിറ്റർ ആണ് അല്ലേ. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണം എന്ന് പറയുന്നത്? നാം പറഞ്ഞല്ലേ, അത് നല്ല ദഹനം, മൺകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് എന്താവശ്യമാണ്? നാരുകൾ ആവശ്യമാണ്. ഇനി പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷകഘടകമാണ് വേണ്ടത്? ഈ പോഷകഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്നും ലഭിക്കും? പല്ലിൻ്റെ ആരോഗ്യമായിട്ട് പറഞ്ഞതായിരുന്നു വൈറ്റമിൻ സി ആണല്ലേ പറഞ്ഞത്. നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, മുരിങ്ങയില, പപ്പായ എന്നിവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ സി കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷേ ഞാനത് കഴിച്ചില്ല. അപ്പോൾ അയൺ ഗുളികയുടെ ഇമ്പോർട്ടൻസ് എന്താണ് പറയുന്നത്? നമ്മൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് അയൺ ആവശ്യമാണ്. അപ്പോൾ കുട്ടി പറഞ്ഞതിന് നമ്മൾ യോജിക്കുന്നില്ല. കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് അയൺ ആവശ്യമാണ്. അപ്പോൾ അനീമിയയ്ക്ക് കാരണമാകുന്ന അയണിൻ്റെ കുറവ് തടയുന്നതിനായിട്ടാണ് സ്കൂളിൽ എന്ത് നൽകുന്നത്? അയൺ ഗുളിക നൽകുന്നത്.
നെക്സ്റ്റ് എന്താണ്? വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ച് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനോട് യോജിക്കുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? യോജിക്കുന്നില്ല അല്ലേ? കാരണം എന്താണ്? വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്റർ പറയുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണ്, നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.